മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോച്ചോയും ചെറുപയറും കൂടി ചേർത്തുള്ള ഒരു എരിശ്ശേരിയാണ്. ആരോഗ്യത്തിന് വളരെ നല്ലൊരു എരിശ്ശേരിയാണിത്. അപ്പോൾ നമ്മൾക്ക് ചോച്ചോ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ഈ ചോച്ചവും ചെറുപയറും വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ചെറുപയറും ഈ ചോച്ചവും വെച്ചിട്ടുള്ള എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനെന്തൊക്കെ വേണം നോക്കാം. 2 ചോച്ച ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും 2 പച്ചമുളകും 1 സ്പൂണ് ജീരകവും എടുത്തിട്ടുണ്ട്. ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമെല്ലാം നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. ചെറുപയർ ഞാൻ കണ്ടില്ല 2 മണിക്കൂർ കുതിർത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താണിത്. ഇങ്ങനെ ഇരിക്കണം, ഉടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾക്ക് ചോച്ചയെല്ലാം മുറിച്ചിട്ട് വരാം. ഈ ചോച്ചയോടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലൊരു പച്ചക്കറിയാണ്. നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നോക്കാനും പിന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ, പിന്നെ രോഗപ്രതിരോധ ശക്തിക്ക്, പിന്നെ നമ്മളെ ഡൈജഷന് എല്ലാം നല്ലൊരു പച്ചക്കറിയാണിത്. ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് എരിവ് ചേർക്കാം. ഞാൻ 1 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇത് വേഗം വേകുന്നൊരു പച്ചക്കറിയാണ്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്കിത് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. നേതാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടെല്ലാം തേങ്ങയുണ്ട്, ജീരകമുണ്ട്. പകുതി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾക്ക് വറവിന് വേണം. ബാക്കി നമുക്ക് വറവിനെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മൂടിയെ തുറന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. പച്ചക്കറികൾ പകുതി വെന്ത ശേഷം ഉപ്പ് ചേർത്താൽ കൂടുതൽ ഉപ്പ് പിടിക്കില്ല. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് എടുത്തു വെച്ചിരുന്നല്ലോ പച്ചമുളക്, അതും കൂടെ അരിഞ്ഞ് ചേർക്കാം. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം. നമ്മുടെ ചോച്ച വെന്തോ നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് മൂടി വെച്ച് ആവി അധികം വേവിക്കേണ്ട. 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഒന്ന് വേവിച്ചാൽ മതി. ഇതാ നമ്മുടെ ചെറുപയറും ചോച്ചവും കൂടെ വേറെ വേറെ തന്നെ നിൽക്കുന്നുണ്ട്. വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ചോച്ച വിറ്റാമിൻ സി എല്ലാം നിറയുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ നല്ലതാണ് ഈ ചോച്ച. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം. ഇത് നമ്മളുടെ എരിശ്ശേരി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വന്നിട്ടുണ്ടല്ലോ, അധികം വെള്ളമൊന്നുമില്ല, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് എരിവെല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗന്ന് മാറ്റാം. നമ്മൾക്ക് വറവിന് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എരിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് വറവാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു വറവ്. നമ്മളുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ വറവിടുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ചേർക്കണം. വറവിന് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുത്തതാണ്. കറിവേപ്പില, ഉള്ളി ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത്
ഈ വറവ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ എരിശ്ശേരിക്ക്. ഈ വറവിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ചേർക്കുകയാണ്. ജീരകം നമ്മൾ അരച്ചിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ വറവിൽ ചേർത്താലും ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ തേങ്ങ ഉണങ്ങുന്നതിന്. നമ്മളുടെ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു മുളക് പൊടി ചേർക്കാണ്. ഇങ്ങനെ മുളക് പൊടി ചേർത്താൽ നല്ലൊരു കളർ കിട്ടും. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. വറവ് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് അപ്പം നമ്മൾ വറവിട്ട് വെച്ചിരിക്കുന്ന എരിശ്ശേരി ഒന്ന് തുറന്ന് നോക്കാം. എന്താ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചോളവും ചെറുപയറും എല്ലാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അങ്ങനെ അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.